ആസിഫിന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് പച്ചക്കൊടി കാട്ടി ഹൈക്കോടതി. സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് പോലീസിന് നോട്ടീസ് അയക്കാനും ഉത്തരവ്. 2025 ജനുവരി 15-നാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൈവളികെ കയർക്കട്ടയിൽ നിർത്തിയിട്ട ലോറിക്കകത്ത് മുഹമ്മദ് ആസിഫിനെ അവശനിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലാതായതോടെ മുഹമ്മദ് ആസിഫിന്റെ മാതാവ് സക്കീന ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കേരള ഹൈക്കോടതി സുപ്രധാന വിധി പ്രസ്താവം നടത്തിയത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണനയ്ക്കെടുത്ത കോടതി ഹർജിക്കാരന്റെയും പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും വാദങ്ങൾ കേട്ട ശേഷം കേസ് അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന ആവശ്യം എന്തുകൊണ്ട് അനുവദിച്ചുകൂടാ എന്ന് വിശദീകരിക്കാൻ പോലീസിന് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയുണ്ടായി. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും സഹോദരങ്ങളുടെയും ധീരരോദനം കോടതി കേട്ടത് കേസന്വേഷണത്തിൽ വലിയ വഴിത്തിരിവുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തുന്നത്. മരണത്തിൽ വലിയ തരത്തിൽ ദുരൂഹത ഉയർന്നിട്ടും പ്രാഥമിക അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടും കേസിൽ പോലീസ് വേണ്ടത്ര താൽപര്യം കാട്ടാത്ത സ്ഥിതിയുണ്ടായതോടെ പ്രതികൾ പലരും രാഷ്ട്രീയ സ്വാധീനം മുതലാക്കി രക്ഷപ്പെടുന്ന സ്ഥിതിയാണുണ്ടായത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയതോടെയാണ് സിബിഐ അന്വേഷണം ആയിക്കൂടെയെന്ന് ഹൈക്കോടതി ചോദിക്കുന്ന സ്ഥിതിയുണ്ടായത്. മുഹമ്മദ് ആസിഫ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 1 വർഷവും 4 മാസവും കടന്നു പോവുകയാണ്. ഈ സമയമായിട്ടും ഇതേവരെ കഴിഞ്ഞ കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ കേസിനെ സംബന്ധിച്ച് ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ തികച്ചും ആ ബായാർ പതാവിൽ നടന്ന ആ ടിപ്പറിനുള്ളിൽ വെച്ച് നടന്ന അതൊരു കൊലപാതകം തന്നെയാണെന്നുള്ളത് ഏത് കൊച്ചു കുട്ടിക്കും മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. ആ വസ്തുതയെ വളച്ചൊടിച്ചുകൊണ്ട് അത് ഒന്നുമല്ലാതാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. കാരണം അന്ന് നൈറ്റ് പട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന ആ പോലീസുകാരുടെ അവരുടെ മൊഴിയെടുക്കാനോ അല്ലെ അവരെ കണ്ടെത്താനോ പോലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് നടപടിയെടുക്കേണ്ടവർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇനി വരുന്ന മുന്നോട്ടുള്ള നടപടികളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ കേസിലെ കുറ്റവാളികൾ ആരായാലും അവർ പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ട നടപടിക്രമങ്ങളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് സർക്കാരിന്റെ മുന്നിൽ വെക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.